ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ആ ലൈസൻസ് എന്ന വലിയ സ്വപ്നം ഞാൻ ഇന്ന് നേടിയെടുത്ത ദിവസമാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വൈകുന്നേരം അമ്പലം വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. പക്ഷേ അതും ഇന്നാണ് നടന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ താഴെ അമ്പലത്തിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ താഴെ വണ്ടി വെച്ചിട്ട് ഞാൻ മോളിൽ പോയി തൊഴുതു തിരിച്ചിറങ്ങി വന്നു. ഞങ്ങളാണ് അമ്പലം തുറന്നപ്പോഴേ ആദ്യം ചെന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ ചെന്നു. ഞങ്ങൾ വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെച്ചു. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ തൊഴാനായിട്ട് അകത്ത് കയറി. അവിടെയും ഈ പറഞ്ഞ പോലെ തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങൾ തൊഴുതു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പണ്ടൊക്കെ ഞാൻ കുറേ കൊതിച്ചിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ പോകാൻ. പക്ഷേ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ ഇന്ന് ലൈസൻസൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഒരു 7 മണി വരെ ഇവിടെ നിന്നിട്ടാണ് പോയത്. അപ്പോൾ ഉണ്ടായൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം വല്ലാത്തൊരു ഫീലിങ്സാണ്. കാരണം ഇത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മുടെ കാര്യങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് പോകാൻ പറ്റുന്നു. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ കുറേ ഫോട്ടോസ് അവിടെ എടുത്തു. അവിടെ ആരുടെ ചുറ്റുവിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചുറ്റുവിളക്ക് കത്തിക്കുന്ന തിരക്കിലായിരുന്നു അവിടെ ഉള്ളവരൊക്കെ. ഇന്ന് അവിടെ വരുമ്പം ഒരുപാട് സന്തോഷം. കാരണം ഞാൻ വീട്ടുകാരുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് അതിൽ കൂടെയൊക്കെ നടന്നപ്പം വല്ലാത്തൊരു സന്തോഷം. കാരണം മുമ്പൊന്നും തോന്നിയിട്ടില്ലാത്തൊരു ഫീലിങ്സ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ തൊഴുത്തിട്ട് രാത്രിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പം. രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ ഞങ്ങൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ നേടിയെടുത്തതിൽ ഞാനിന്ന് ഒരുപാട്